ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണെന്നല്ലാതെ നടത്തുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ആ, ഈ വിശ്വാസക്കുറവ് തന്നെയാ അവൾക്ക് ധൈര്യമില്ലാത്തത്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലാതെ മറ്റൊന്നും ഈ തറവാട്ടിൽ നടക്കില്ല. അല്ലെങ്കിലും രണ്ടുപേരും രണ്ട് വ്യക്തികളല്ലേ? അപ്പോ ടേസ്റ്റുകളുടെ കാര്യത്തിലും വ്യത്യാസം വരുമല്ലോ. ഓക്കെ, ഇത് ഇന്ന് തന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗാഥ ശരി. ഓക്കെ ശരി മാം. ശരി ശരി. ഇതാ കുഴപ്പം. അവളോട് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ പറഞ്ഞ കേക്കില്ല. ആ മൈലാഞ്ചിയുടെ കാര്യം നവീൻ ചോദിച്ചപ്പോ പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോയി. അതിപ്പോ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തല്ലോ. നവീന് ഒരു സംശയം തോന്നിക്കാണില്ല. സിനി, വെഡിങ് കാർഡില് വെക്കാനായിട്ട് ഗാഥമോളുടെ ഫോട്ടോ കൊടുത്താൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വാട്ട് മമ്മി, പോയി മമ്മിക്ക് അന്ധവിശ്വാസം മാത്രമായോ? എന്റെ ഫോട്ടോ വെഡിങ് കാർഡിൽ വെച്ചാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ സർപ്പങ്ങള് വെഡിങ് കാർഡ് നോക്കാനും വായിക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ. വെഡിങ് കാർഡില് നവീന്റെ ഒപ്പം എന്റെ ഫോട്ടോ മതി. അതാ എനിക്കിഷ്ടം. സിനി, അടുത്ത ദിവസം കളരിക്കൽ നിന്ന് ആൾക്കാർ വരുമ്പോ ചടങ്ങിന് കൃഷ്ണ തന്നെ ഇവിടെ ഉണ്ടാവണം. അവളെ വിളിച്ച് പറഞ്ഞേക്ക്. എനിക്ക് വയ്യ എങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ട്. നീ ഇതൊന്ന് തുറക്കു സുമിത്രേ. എല്ലാം ഉണ്ടോന്നൊന്ന് പരിശോധിക്കട്ടെ. കുടുംബത്തിന് തന്നെ കള്ളന്മാര് പെരുകി പെരുകി വരിക. ഓരോന്നും അതാത് സമയത്ത് പരിശോധിക്കാതിരുന്നാൽ ശരിയാവില്ല. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നമ്മേ. ആഭരണങ്ങൾ മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നത് കുടുംബത്തിന്റെ പാരമ്പര്യം കൂടിയാ. ഇനി മുതല് ഗാഥമോളാണ് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത്. ആ, നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. എല്ലാം എവിടെയാണ് എടുത്തു വെക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി വരാൻ നിന്റെ അമ്മ പറഞ്ഞോ? എന്നിട്ട് ഇനി ചടങ്ങിന് പുറപ്പെടാൻ ആഭരണങ്ങൾ എടുക്കുമ്പോ അതിനൊരു തിക്കും തിരക്കും ഉണ്ടാക്കണം. അതിനും മടിക്കില്ലല്ലോ. എന്താടി? മുത്തശ്ശി അമ്മായും ആഭരണങ്ങൾ എടുത്തു വെച്ച് നോക്കുന്ന കണ്ടപ്പോ ഞാനൊന്ന് നോക്കിയതാ. മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടില്ല. മാണിക്കുഞ്ഞിനെ കള്ളനാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് ഈ ആഭരണങ്ങൾ ഏതോ ഒരുത്തന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് ഗാഥമുളം ഇടുക്കിയായതുകൊണ്ടാ അതൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. എന്താ, ശരിയല്ലേ നിർമ്മലേ? ശരിയാണ്. നീ എന്തിനാണ് ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കുന്നേ? ഈ തറവാട്ടിലെ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കും. അത് കണ്ട് നീ കണ്ണു തള്ളണ്ട. അതൊക്കെ കുടുംബത്തിൽ വലിയ ഐശ്വര്യമുള്ളവരെ തമ്മിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളാ. അയ്യോ, നമ്മള് പാവം അടുക്കളപ്പുറത്ത് കഴിയേണ്ടവരല്ലേ. നീ വാടി. അതൊന്നും ഓർമ്മിപ്പിക്കണ്ടായിരുന്നു അമ്മേ. ഓർമ്മിപ്പിക്കാതെ പിന്നെ? സത്യം പറയാലോ സുമിത്രേ, ഒരു ചടങ്ങ് നടക്കുമ്പോ എനിക്ക് പേടിയാ ഇവരുടെ കാര്യത്തില്. എന്ത് ചെയ്യാനും മുടക്കാൻ മടിക്കില്ല. നീ ഇതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് ഒരിടത്ത് കൊണ്ടേ വെക്ക്. എന്നിട്ട് താക്കോല് നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ശരി അമ്മേ.
കള്ളന്മാരെ മുന്നിൽ കണ്ടതുപോലെ മുത്തശ്ശി സംസാരിക്കുന്നെ. ഞാനെന്താ അതെടുത്ത് വിഴുങ്ങോ മറ്റോ ചെയ്യൂ? എന്താ നിർമ്മല പ്രശ്നം? ഗാഥയ്ക്ക് ചാർത്താനുള്ള ആഭരണങ്ങളൊക്കെ എടുത്തപ്പോഴേ ഇവളൊന്ന് നോക്കി നിന്നുപോയി. അമ്മയുടെ സ്വഭാവം അറിയാലോ. അതോടെ അങ്ങ് പെയ്തിറങ്ങി. നീ എന്തിനാ മോളെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടല്ലേ നിനക്കത് കേൾക്കേണ്ടി വരുന്നത്. അവളോട് നിന്നാലെന്താ? ആവശ്യമില്ലാത്ത സ്ഥലമൊന്നുമല്ല. ആ ഇരുന്നതൊക്കെ അവൾക്കും കൂടി അവകാശപ്പെട്ടത് തന്നെയാ. നീ വിഷമിക്കണ്ട മോളെ. ഇപ്പൊ നിന്നെ നിഷേധിച്ചവര് ഇതൊക്കെ നിന്റെ കഴുത്തിൽ നേരിട്ട് ചാർത്തി തരുന്നൊരു ദിവസം വരും. ജോത്സ്യം പറഞ്ഞ മുറയനുസരിച്ച് എന്തായാലും അവള് ചാവുമല്ലോ. അപ്പൊ പിന്നെ നിന്റെ മുന്നിൽ കൈകൂപ്പി തൊഴുതു നിൽക്കുക അല്ലാതെ ഇവരുടെ മുന്നിൽ വേറെന്താ മാർഗം? എനിക്കൊട്ടും വിശ്വാസം തോന്നുന്നില്ല. ജോത്സ്യര് പറഞ്ഞില്ലേ എന്തു വേണമെങ്കിലും ചെയ്യാന്ന്? ഞാനും പറഞ്ഞതല്ലേ. പിന്നെന്താ നിനക്ക് ഇത്ര വിശ്വാസക്കുറവ്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ ഉദയേട്ടാ. ഇതിനിപ്പോ ഞാൻ എന്ത് പറയാനാണ്? ഇതൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണെന്നല്ലാതെ നടത്തുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ആ, ഈ വിശ്വാസക്കുറവ് തന്നെയാ അവൾക്ക് ധൈര്യമില്ലാത്തത്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലാതെ മറ്റൊന്നും ഈ തറവാട്ടിൽ നടക്കില്ല. എന്താ സാർ ഇത്ര വലിയ ആലോചന? ഗാഥാമാടത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാ. അത് കഴിഞ്ഞ് നമ്മൾ 2 സ്ഥലത്ത് വേറെ 2 കാര്യങ്ങൾക്ക് പോയി. പക്ഷെ അവിടുന്ന് തിരിച്ചു വന്ന് വണ്ടി കയറുമ്പോഴും സാറിന്റെ ആലോചനയ്ക്ക് ഒരു കുറവുമില്ല. മാണിക്കഞ്ഞ, ഗാഥ എന്താ ആ കാർഡ് സെലക്ട് ചെയ്തത്? ആ കാര്യത്തില് എനിക്ക് അയാളെ കുറിച്ചുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. പണ്ടത്തെ ഗാഥയായിരുന്നെങ്കിൽ അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിച്ച ഗാഥ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ സാറേ, നമ്മൾ ഈ സിത്താരാമാടത്തിന്റെ അടുത്ത് വെച്ച് തന്നെയല്ലേ ഈ കാർഡ് സെലക്ഷൻ നടത്തിയത്. അപ്പോ പൂർണ്ണമായിട്ടും ഇത് ഗാഥാമാടത്തിന്റെ സെലക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ലെന്നേ. അപ്പൊ പിന്നെ സിത്താരാമാടത്തിന്റെ സ്റ്റാറ്റസിനോട് ചേർന്ന ഒന്ന് സെലക്ട് ചെയ്തതായിരിക്കാം. എന്തോ എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആയി.